ഹലോ ആൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോൾ കോവിഡ് പാൻഡമിക് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പോൾ തുടർച്ചയായി 2000 കേസസ് ക്രോസ് ചെയ്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത് പകുതിയിലധികം സമ്പർക്കത്തിലൂടെ സ്ഥിരീകരിച്ചതാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെല്ലാവരും ജാഗ്രത പാലിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോൾ അകലം പാലിക്കുകയും മാസ്ക് ധരിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രതിരോധ ശേഷി അഥവാ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ പല പ്രവാസി സുഹൃത്തുക്കളും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ ഡ്രിങ്ക് കുടിക്കുന്നത് കൊണ്ട് COVID-19 ലക്ഷണങ്ങൾ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ അസുഖം ഭേദമായി കിട്ടിയിട്ടുണ്ട് എന്നത്. അപ്പോൾ ഈ ഡ്രിങ്ക് അത്രയും എഫക്റ്റീവാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് അതിന് വേണ്ടിയിട്ടുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഡ്രിങ്ക് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഈ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഡ്രിങ്ക് ഉണ്ടാക്കുന്നതെന്നും എന്തൊക്കെ സാധനങ്ങളാണ് ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടതെന്നും നമുക്ക് പരിചയപ്പെടാം. നമ്മൾ ഈ ഒരു ഗ്ലാസ്സിന് 10 ഗ്ലാസ് വെള്ളം ഉണ്ടാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ ഇതിലെ പ്രധാന ഇൻഗ്രീഡിയൻ്റായ കരിഞ്ജീരകമാണ്. കരിഞ്ജീരകത്തിന് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാലോ, മരണമല്ലാത്ത മറ്റെല്ലാ അസുഖങ്ങൾക്കുമുള്ള ഔഷധം എന്നാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ. ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ നിരവധി ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മളുടെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യുന്നതിന് വളരെയധികം സഹായിക്കും. നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന വൈറസിനെയും ബാക്ടീരിയയും എല്ലാം നശിപ്പിച്ച് കളയാനുള്ള വളരെ നല്ലൊരു കഴിവ് ഇതിനുണ്ട്. അടുത്തതായി എടുക്കുന്നത് ഒരു 5-6 അല്ലി വെളുത്തുള്ളിയാണ്. ഇത് നമ്മുടെ ദഹന പ്രശ്നങ്ങൾക്കും മറ്റ് ഇൻഫെക്ഷൻസ് പോലുള്ള പ്രോബ്ലങ്ങൾക്കൊക്കെ വളരെ നല്ലൊരു സൊല്യൂഷനാണ്. അടുത്തത് ഒരു ടേബിൾ സ്പൂൺ മല്ലിയാണ്. മല്ലിയിൽ പൊട്ടാസ്യം, അയൺ, അതുപോലെ തന്നെ ധാരാളം വൈറ്റമിൻസ് എ, വൈറ്റമിൻ സി, വൈറ്റമിൻ കെയും ഫോളിക് ആസിഡ്, മഗ്നീഷ്യം, കാൽഷ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതും നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കൂട്ടുന്നതിന് വളരെയധികം സഹായിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിനും പ്രമേഹത്തിനും ഒക്കെ ഇത് വളരെ നല്ലതായിട്ടുള്ള ഒന്നാണ്. അടുത്തത് ഒരു കഷ്ണം പട്ടയാണ്. പട്ട നമ്മുടെ കൊളസ്ട്രോളൊക്കെ കൺട്രോൾ ചെയ്യാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെയിറ്റ് ലോസിനൊക്കെ ശ്രമിക്കുന്നവർ ഇത് ഭക്ഷണത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് വളരെയധികം ഹെൽപ്ഫുള്ളാവും. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കരിഞ്ജീരകത്തിനെ പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ഇൻഗ്രീഡിയൻ്റാണ്. അതായത് നമ്മുടെ മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മതി കേട്ടോ. മഞ്ഞളിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള കുർക്കുമിൻ എന്ന ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട്. ഈ ആൻറ്റി ഓക്സിഡൻ്റാണ് നമ്മുടെ ശരീരത്തിൽ വരാൻ സാധ്യതയുള്ള പല രോഗങ്ങളെയും ചെറുത്തു നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റെസ്പിറേറ്ററി തകരാറുകളെ സുഖപ്പെടുത്താനുള്ള ഒരു അസാധ്യമായ കഴിവ് ഇതിനുണ്ട്. ജലദോഷത്തിനൊക്കെ മഞ്ഞൾ വളരെ നല്ലതാണ്. മഞ്ഞളിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ ഇനിയും അങ്ങനെ ഒരുപാട് നീണ്ടുപോകും. അതുകൊണ്ട് തന്നെയാണല്ലോ ഒരു ഇന്ത്യൻ സുഗന്ധവ്യഞ്ജനമായിട്ട് കൂടി മഞ്ഞളിൻ്റെ ഫാർമസ്യൂട്ടിക്കൽ പാറ്റൻറ്റ് അമേരിക്ക കൊണ്ടുപോയത്. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ഡ്രിങ്കിലേക്ക് ആഡ് ചെയ്യുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചിയിൽ ഈ പറഞ്ഞതുപോലെയുള്ള എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ ഒരുപാട് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ദഹനം സുഖപ്പെടുത്തുന്നതിനൊക്കെ ഇഞ്ചി വളരെയധികം സഹായിക്കുന്നുണ്ട്. അടുത്തത് ഒരു ടീസ്പൂൺ അയമോദകമാണ്. അയമോദകം ഈ ഡ്രിങ്കിലേക്ക് അത്ര നിർബന്ധമില്ല, എങ്കിലും അയമോദകം ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ഞാനിപ്പോൾ അയമോദകം ഇവിടെ എടുക്കുകയാണ്. നമ്മുടെ ദഹന പ്രക്രിയക്കൊക്കെ അയമോദകം വളരെയധികം സഹായിക്കുന്നു. അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ആസിഡിറ്റി പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, മല്ലി എന്നിവയെല്ലാം ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഡ്രിങ്ക് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ അതിനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഈ പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിയും കൂടിയുള്ളത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഓരോന്നായി നമ്മുടെ കരിഞ്ജീരകം, പട്ട, മഞ്ഞൾപ്പൊടി, അയമോദകം എന്നിവയെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഈ ഒരു ഗ്ലാസ് വെള്ളത്തിൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരട്ടെ. ഞാനിപ്പോൾ ഇത് എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഈ ഒരു കുറഞ്ഞ വെള്ളത്തിൽ തന്നെ ഇത് തിളപ്പിച്ചെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ സത്ത് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് കിട്ടും.
ഇനി ബാക്കി വരുന്ന വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് ഇത് ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചെടുക്കാം. അതിനുശേഷം ഒരു നാരങ്ങയുടെ പകുതി മുറിയെടുത്ത് അല്പം നാരങ്ങ നീര് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് നമുക്കിത് കുടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡ്രിങ്ക്. ഇത് തയ്യാറാക്കാനായിട്ട് വളരെ ഈസിയാണല്ലോ. എല്ലാവർക്കും മനസ്സിലായില്ലേ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത്. നിങ്ങൾക്കിപ്പോൾ നാരങ്ങയുടെ പുളിപ്പ് ഇഷ്ടമാവുന്നില്ലെങ്കിൽ ദിവസത്തിൽ 2 തവണ ഇങ്ങനെ കുടിച്ചിട്ട് ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം നാരങ്ങയുടെ നീര് ചേർക്കാതെയും കുടിക്കാം. COVID-19 വാക്സിൻ പ്രാബല്യത്തിൽ വരുന്നത് വരെ നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ നമ്മൾ തന്നെയാണ് കൈക്കൊള്ളേണ്ടത്. നമ്മൾ ഒരു ദിവസം എത്ര തവണ വെള്ളം കുടിക്കുന്നുവോ അത് ഈ ഡ്രിങ്കാണ് കുടിക്കുന്നത് എങ്കിൽ നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിക്കും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ഇത് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.